Okay. Okay, come on guys. ഞങ്ങൾ മുമ്പിൽ നടക്കാം. Come on. ഇവിടുത്തെ സ്നോ ഒക്കെ ഇപ്പൊ കുറഞ്ഞു. തീയോ സ്നോ ഒക്കെ മെൽറ്റ് ആയി ഞങ്ങളുടെ തീയ പോയാണ്. തീയോ ഈ ബാക്കിൽ കാണുന്ന പറമ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ പറമ്പാണ് കേട്ടാ, ഞങ്ങളെ പറമ്പാണ്. കൊറേ ഉണ്ട് അങ്ങോട്ടേക്ക്, നല്ല ബാക്കിലേക്ക് പോവാം. ഞങ്ങളിന്ന് വെറുതെ സ്നോ ഒക്കെ ഇതായതല്ലേ, അപ്പൊ ഒന്ന് ജസ്റ്റ് പറമ്പിലേക്ക് ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് വന്നതാ. അതെന്താണ് തീയോ? ഞങ്ങള് ഫാൻസിയും തീയോ അല്ല, ഫാൻസിയും തീയോയും ഡാഡിയും മുന്നിൽ പോയി. സോറി, നാൻസിയും ഡാഡിയും മുന്നിൽ പോയി. തീയോ എന്നെ വലിച്ചു കൊണ്ടുവന്നു. അല്ല തീയോ, ഇവിടെ ഈ പറമ്പുണ്ടല്ലോ, ഈ പറമ്പിലാണ് ഞങ്ങള് വെജിറ്റബിൾ ഗാർഡൻ, ഈ പറമ്പിലാണ് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ ഫുള്ള് സ്നോ വീണ് കിടക്കുക. മതി തീയോ, ഇല്ല തീ എല്ലായിടത്തും. എവിടെയാ വന്നിരിക്കുന്നത് നമ്മള്? ചേഞ്ചിനി, അയ്യോ ഇന്നലെ ചേൻസി കയ്യിന്ന് അവള് മൊത്തം ഹാർനസും അഴിച്ചിട്ട് ഓടി. അതൊരു വല്ലാത്ത ഓട്ടമായിരുന്നു ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്. തീയോ അങ്ങനെ ഓടൂല. തീയോക്ക് എത്ര ഓടിയാലും ഞങ്ങള് കൺവെട്ടത്തുണ്ടാവണം. അവനങ്ങനെ ഒറ്റയ്ക്ക് പോവാത്ത ഒരാളാ. നോക്കി, തീയോനെ മനസ്സിലാവുന്നില്ലല്ലോ ഇവിടുത്തെ കളറില്. സ്പോർട്സ് മാത്രമേ അല്ല, എന്നാലും മനസ്സിലാവില്ല. അതും ഈ ലീഫ് ആയിട്ട് എല്ലാം മാർക്ക് ചെയ്യണം, ഏരിയ മൊത്തം മാർക്ക് ചെയ്യണം. അതാണ്. അത് ശരിക്കില്ലേ, നമ്മള് പറയില്ലേ എല്ലാ ഡോഗ്സും അങ്ങനെയാണെന്ന്. പക്ഷെ ഈ ബോയ്സ് മാത്രമേ അങ്ങനെ ഉള്ളൂ തോന്നുന്നുണ്ടല്ലോ. ബോയ്സ് ആണല്ലോ ഈസി. അതാണ് ഈസി. നോക്കിയേ, എന്തൊരു നല്ല കളറല്ലേ. നോക്കിയേ, ഞങ്ങള് കൊറേ ദിവസത്തിന് ശേഷമാണ് പറമ്പിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇവിടേക്കൊക്കെ ചെയ്യണം കേട്ടാ. നമുക്ക് ആ അറ്റം വരെ പിടിക്കാം, ഇവിടെ തൊട്ട് ആ അറ്റം വരെ പിടിക്കാം. കാരണം താഴത്തേക്ക് ചെയ്യണ്ട, താഴത്തേക്ക് വെള്ളം ഒലിക്കും മിക്കവാറും. താഴത്തേക്ക് ചെയ്യണ്ട. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറെ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടല്ല. ഈ മരങ്ങൾ മുഴുവനും നോക്കിയ മരം ചെരിഞ്ഞ് വീണെടുക്കുന്നുണ്ടല്ലേ, ചാരി വെച്ചിരിക്കുന്ന മാതിരി. ഇതൊക്കെ ക്ലീൻ ആക്കണം. ഇതാ ഇവിടെ ഒരു വലിയൊരു മരം വീണെടുക്കുന്നു. ഹലോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അതാ വലിയൊരു മരം വീണെടുക്കുന്നു. എന്താ ഇതൊക്കെ ഈ താഴത്തേക്കുള്ള പ്രോപ്പർട്ടി ഒക്കെ നമ്മുടെ ഇനിയാണ് കേട്ടാ. സൈഡിലേക്കൊക്കെ ഉള്ള ഫ്രൂട്ട് ട്രീസ് വെക്കാം. അത് ശരിയാ, നമുക്ക് ഫ്രൂട്ട് ട്രീസ് എന്തെങ്കിലും വെക്കാം ആ സൈഡിൽ താഴത്തേക്ക്. 1-2 ഒക്കെ, കൊറേ ഒന്നും വെക്കണ്ട. ഒരെണ്ണം ഇവിടെ വെച്ചാൽ ഒരെണ്ണം അവിടെ വെക്കാം, അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും ഉണ്ടല്ലോ ഫ്രൂട്ട് ട്രീസ്. എല്ലാ ടൈപ്പും മേടിക്കണം. ഇവിടെ വളരുന്ന എല്ലാതും. എത്ര മരങ്ങളാ വീണെടുക്കുന്നത്. ഇവിടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇത് കണ്ടോ, ഈ മരം മൊത്തം വെട്ടിക്കളയാനുള്ളതാ. ഇത് ഓൾറെഡി എന്താ പറയുക, യൂസ്ലെസ് ആയിട്ട് കിടക്കുക. അപ്പോൾ ആ മരം അപ്പുറത്ത് ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് എന്താ പറയാ ഹൈവേ ആണ് ഇല്ലേട്ടാ. ഹൈവേന്റെ സൗണ്ടാണ്, വണ്ടികൾ പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഹൈവേന്റെ സൗണ്ട് അതിനുള്ളിൽ കൂടെ പോലെ. അവിടെ നല്ല, അവിടെയൊക്കെ ആ വീണ് കിടക്കുന്ന മരങ്ങളെ, ആ ഈ മരങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗാർഡൻ റേസ്ഡ് ഗാർഡൻ വെക്കില്ലേ, നമുക്ക് ചെയിൻസോയും മറ്റൊന്നും വെച്ചിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് റേസ്ഡ് ഗാർഡൻ സെറ്റപ്പ് ചെയ്യാം നമുക്ക്. ശരിയാ. അത് മാത്രല്ല നമുക്ക് ഫെൻസും വെക്കാം. ഫെൻസ് വെക്കാം, വണ്ണം കുറഞ്ഞതൊക്കെ വെച്ചിട്ട് ഫെൻസ് വെക്കാം നമുക്ക്. അവിടെ എന്തൊക്കെയോ വീട് കാണുന്നുണ്ട്. ഈ മരം നോക്കി എന്തൊരു തടിയാണല്ലേ. ഒരാൾക്ക് ശരിക്കും അങ്ങോട്ടേക്ക് കെട്ടിപ്പിടിച്ച് നിന്നുണ്ടെങ്കിൽ എത്തൂല, അത്രയും തടിയുണ്ട്. ഇത് ആക്ച്വലി കേറി പോകാൻ പറ്റിയ മരം. ശരിയാ, സ്റ്റെപ്പ് ഉണ്ട് എല്ലായിടത്തും. അതിന് മുകളിലേക്കൊക്കെ ഇത് ശരിക്കും നല്ല മെച്ചോർഡ് ആയിട്ടുള്ള മരം. ഇതിന് തന്നെ നമുക്ക് കൊറേ വാതിലിനും വിൻഡോയ്ക്കും ഒക്കെ ഇത് കിട്ടും. കട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ
അച്ചോ തീയൊണ്ണി കുടുങ്ങിപ്പോയി. കല്ലുകൾ കണ്ട തീയോനെ മനസ്സിലാവുന്നില്ലല്ലോ. ഇതില് സ്നോയും ലീഫിന്റെയും കളറ് തീയോന്റെ കളറ് പോലെ. നോക്കിയാ തീയോ പോകുന്ന എന്നെ വിളിച്ചിട്ട് പിടിക്കാൻ മണത്ത് പോകണം. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അവന് എന്തോ സംഭവം കണ്ടിട്ട് പോകുന്ന മാതിരിയാണ്. നല്ല ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ. മരം വീണെടുക്കുന്നുണ്ട്. ലോഡ് മരങ്ങളുണ്ട്. ലോഡ് മരങ്ങള്. ഇത് ക്ലിയർ വീണെടുക്കണ തന്നെ ക്ലിയർ കട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല എന്തോരം മരങ്ങളാ ഇവിടെ വീണെടുക്കുന്നത്. കണ്ടോ വീണെടുക്കുന്ന മരം നോക്ക്. ഇത് ചെയിൻ സോ വെച്ചിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് താഴത്തേക്കൊക്കെ നല്ല കട്ടിയും കാര്യങ്ങളുണ്ട്. അധികം ഉള്ളിലേക്ക് പോണ്ടട്ടാ. അത് കൃഷി പോവാം. ഞാൻ ജസ്റ്റ് നമ്മള് കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഇവിടെ. കുറച്ചുകൂടി നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ ഭാഗത്തും ചെയ്യാലോ നമുക്ക്. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. ഏത് ഭാഗത്ത് നടക്കി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഈ മേപ്പിളിന്റെ ഒക്കെ പ്ലാന്റ്സ് ലീവ്സ് പോയിട്ട് നോക്കിയാ നമ്മള് കാണുമ്പോ ചുള്ളിക്കമ്പ് പോലെ. അതൊക്കെ മേപ്പിളിന്റെ ആണ് ആക്ച്വലി. ലീഫ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അത് ഉണങ്ങി കിടക്കുക. ഈ സ്പ്രിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സ്പ്രിംഗില് അപ്പം എല്ലാത്തിലും ഇലകൾ വരും. സ്പ്രിംഗിലും ഫോളിലും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഇവിടെ. ഈ ലീവ്സ് പ്ലാന്റ്സ് വരാൻ ഇത് നമ്മള് വെറുതെ വെറുതെ കുറ്റിടിച്ച് നിക്കണ മാതിരി നമുക്ക് ചെറിയ ഇത് നിക്കണത് ക്യാമറ കാണുന്നുണ്ട്. ഈ വടികൾ നിൽക്കുന്നത്, ഈ വടികള് കുഞ്ഞു കുഞ്ഞു വടികൾ പോലെ ഇതൊക്കെ മേപ്പിൾ ഷുഗർ മേപ്പിൾ ആണ് ആക്ച്വലി. ഷുഗർ മേപ്പിൾ നല്ല വിലയുള്ള ഇതാണ്. നല്ല വിലയുള്ള സാധനമാണ്. എല്ലാ ചെടികളും ഇതാക്കണം. കൊറേ ചെടികൾ വിൽക്കണം. ഈ സ്നോലി മേപ്പിൾ ലീവ്സ് ഇങ്ങനെ മുകളിൽ കിടക്കണ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എന്താ പറയാ, നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു 1000 കണക്കിന് ഉണ്ടാവൂല കേട്ടാ. ഇത് ചെറിയ നോക്കി ആ സൈഡ് നോക്ക്, ഫുള്ള് ഇതാണ് മേപ്പിളിന്റെ. നമുക്ക് അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ മാതിരി നമ്മളെ ഫ്രണ്ട് പറഞ്ഞില്ലായിരുന്നോ, അതേപോലെ ഫുള്ള് ഒരു ട്രീല് ഇതാക്കിയിട്ട്, അല്ല ട്രീലല്ല, ചെറിയ ചെറിയ ബാഗിലാക്കിയിട്ട് വിൽക്ക ആൾക്കാർ വന്ന് മേടിച്ച് കുഴിച്ചിട്ടോ. ഇത് വാങ്ങിക്കാനും ആൾക്കാരുണ്ടേ. ഇന്നലെ ഞാൻ കാണിച്ചെന്നില്ല ഒരാൾ സെയിൽ ചെയ്യാൻ നോക്കണ പ്രൈസ്. അധികം ചോദിച്ചാൽ പോണ്ടാ. ഇവിടെ ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ കൂടി പോയേക്കാം. നമ്മള് എന്താ വലിച്ചോണ്ടിരിക്കുന്നത് തന്നെ. വാ വാ വാ, കൊറേ ദിവസത്തിന് ശേഷം പോവുക, അതാണ് അവള് വലിച്ചോണ്ട് പോകുന്നത്. അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതാണ്. എവിടേക്കാണ് ഞാൻ ചെന്നെ കൊണ്ട് പോണത്? ഇവിടെയൊക്കെ അവള് സ്നിഫി നോക്കി. ഇതിലൂടെയൊക്കെ മാനുകൾ പോയിണ്ടാവും. മാനുകളുടെ സ്മെല്ല് അടിക്കുന്നുണ്ട്, അതാണ് അവള് നോക്കുന്നത്. അതാണ് രണ്ടുപേരും ഇവിടെ മുടിഞ്ഞ ഇൻവെസ്റ്റിഗേഷന്. കുട്ടിയേ എന്താണ് ഇതോടെ അവന്റെ ഇൻവെസ്റ്റിഗേഷൻ. നോക്കിയേ മാന അതാണ്. ഇത് കുറുക്കന്മാരായിക്കൂട്ടാ. ഇത് മാനല്ല, എന്തായാലും ഇത് മാനല്ല, ഇത് കുറുക്കന്മാരെ. എന്റെ കയോട്ടീസ് എന്തെങ്കിലും അടുത്ത വായിട്ടാ അടി. എന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് ഞാനില്ലേ അടി കിട്ടുന്നു. ഇവളെ ശ്രദ്ധിക്കണം കേട്ടാ. എന്താണ് അത് ബണ്ണീസ് ആയിരിക്കൂല എന്തായാലും, കയോട്ടീസ് പോലെ എന്തെങ്കിലും. ആക്ച്വലി ഞാൻ ക്യാമറ വെച്ചാൽ ഇവിടെയാ, എന്നിട്ട് മാറ്റി പൊസിഷൻ മാറ്റി. അപ്പൊ ഉള്ള ആനിമൽസ് ഒക്കെ അതിൽ കൂടെ വന്നില്ലേ. അവള് ശ്രദ്ധിക്കണം കേട്ടോ, അവള് ലിക്കുന്നുണ്ട്. നമ്മള് ക്യാമറ മാറ്റിയ സമയത്ത് എല്ലാ ആനിമൽസും വന്നു. അതിൽ ആ ക്യാമറയിൽ കാണായിരുന്നത് ഏത് ആനിമലാന്ന് കാണായിരുന്നു. വീട്ടില് പോയിട്ട് നോക്കണം. ഞാൻ എന്റെ ഈ ഷൂ ആട്ട് മറ്റേ പറഞ്ഞല്ലേ ഏട്ടൻ മറ്റേ ഷൂ ആട്ടല്ല. അവളെ അവള് ഭൂലോക പോപ്കോൺ ഈറ്ററാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട്.
എന്ത് അനിമലാണെന്നോ. അതെ ഞാൻ പറഞ്ഞു ചേച്ചിനെ ഞാൻ പിടിക്കാന്ന്. അവളെ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കണോ? അപ്പൊ മൊത്തം ഇളകിണ്ടാവുമല്ലോ ക്യാമറ. നോക്കാം നമുക്ക്. ഞാൻ പിടിച്ചായിരുന്നു ബെറ്റർ തോന്നുന്നുണ്ട്. അപ്പൊ മൂപ്പരാൾക്ക് ഒരു ഡയറക്ടർ ഡയലോഗ് ഒന്ന് പറയട്ടെ. ഞാൻ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വീഡിയോ വന്നതാട്ടോ. അപ്പൊ ജാൻസിനെ പിടിച്ച് മൊത്തം ഇളകി കൊളാക്കി തോന്നുന്നുണ്ട്. ഇതൊന്നും ഇടൂല. അപ്പോഴേക്കും ഡയറക്ടർ ഉണർന്നു. ക്യാമറമാൻ ശരിയല്ലായിരുന്നു. ജാൻസി രണ്ട് സൈഡിലേക്ക് സ്നിഫ് ചെയ്ത് കൊണ്ട് നടക്ക്. നമ്മളപ്പോ തിരിച്ചെത്തി, വന്ന വഴി തിരിച്ചെത്തി. ഓഫീസിൽ പോണ്ടേ ഞങ്ങൾക്ക്? അതെ ഓഫീസിൽ പോകണം. നമ്മള് സ്നോ വീണതൊക്കെ ഒരു വിധം ഇപ്പൊ വെയിലുണ്ടായിരുന്നു. ഇവിടെ ടർക്കീസ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. അവിടെയൊക്കെ പൂപ്പി തേച്ചിട്ടുണ്ട്. ആ സ്നോയിൽ ഇത് വീടടക്കുന്ന നിർത്തും ലീവ്സ്. സ്നോ മെൽറ്റായി പോകുമ്പോ ഇതിന്റെ അടിയിൽ കിടക്കണ ആ മേപ്പിൾ ലീഫ് ഒക്കെ അങ്ങനെ ഒന്ന് കിടക്കാണ്. ഞാനിതൊന്ന് സൈഡ് നോക്കാം. ഇതൊക്കെ ചാൻസിയുടെ കേട്ടാ.